കോട്ടയം മുനിസിപ്പാലിറ്റി പെൻഷൻ തട്ടിപ്പിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് നിയമോപദേശം തേടാൻ വിജിലൻസ്. തട്ടിപ്പ് നടന്ന കാലയളവിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ, സെക്രട്ടറി എന്നിവരെ പ്രതി ചേർക്കുന്നതിനാണ് നിയമോപദേശം തേടിയത്. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അഖിൽ കെ നൽകും വിശദാംശങ്ങൾ. അഖിൽ, എന്തൊക്കെ കാര്യങ്ങളിലാണ് നിയമോപദേശം തേടാൻ വിജിലൻസ് തീരുമാനിച്ചത്? അതായത് ശ്രുതി, പ്രധാനമായും ഈ വിഷയത്തിൽ അഖിൽ സി വർഗീസ് മാത്രമാണ് ഈ കേസിൽ പ്രതി. അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയതിൽ പണം നേരിട്ട് കൈപ്പറ്റുകയോ അല്ലെങ്കിൽ അതിന്റെ ഫലം ഉപയോഗിക്കുകയോ ചെയ്തിരിക്കുന്ന അഖിൽ സി വർഗീസ് ആണ്. പക്ഷേ ഈ 2,40,00,000 രൂപ ഇത്രത്തെ വലിയ തുക തട്ടിപ്പ് നടത്തുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥർക്കായി ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മുൻപിലേക്ക് എത്തിയ ശേഷമാണ് ഈ പെൻഷൻ തുക കൈമാറുന്നതിനുള്ള ഫയലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുക. ഒരു മാസം ഒരു അക്കൗണ്ടിലേക്ക് 6 ലക്ഷത്തോളം രൂപ ഇത്ര വലിയ തുക കൈമാറിയിട്ടും അത് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അത് അത്ര വലിയ തുക എന്തുകൊണ്ട് പെൻഷനായി മാത്രം പോകുന്നു എന്ന് നോക്കുന്നതിൽ ജാഗ്രത കുറവ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് മറച്ചുവെച്ചാണ് തങ്ങളുടെ മുന്നിലേക്ക് ഫയൽ എത്തിയതെന്നുള്ള തലത്തിലുള്ള വാദങ്ങളിൽ മെയിൽ വഴി എത്തിയെന്ന വാദങ്ങളൊക്കെ സെക്രട്ടറി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തി. പക്ഷേ അങ്ങനെയല്ല എന്ന് പിന്നീട് വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ സെക്രട്ടറി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കണമോ എന്നതിലാണ് ഒരു വിജിലൻസ് ഈ നിയമോപദേശം തേടുന്നത്. ഇത്തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ച സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്നുള്ള ആശയക്കുഴപ്പം വിജിലൻസിന് മുൻപിലുണ്ട്. അങ്ങനെ ഒരു ജാഗ്രത കുറവുണ്ടെങ്കിൽ അവരെ പ്രതി ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് വിജിലൻസ് നിയമോപദേശം തേടുന്നത്. അത്തരത്തിൽ ഇവർക്ക് നേരിട്ട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവിന് അപ്പുറത്തേക്ക് നേരിട്ട് ഇവർ ഈ പണത്തിന്റെ ഫലം പറ്റുകയോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സഹായം ചെയ്തു നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സെക്രട്ടറി PPയുടെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം തേടിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുക. നിലവിൽ എന്തായാലും കേസിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് പ്രതി എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റാരുടെയും സഹായം കോട്ടയം മുനിസിപ്പാലിറ്റി പെൻഷൻ തട്ടിപ്പിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് നിയമോപദേശം തേടാൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അഖിൽ കെ നൽകിയത്.